അതായത് വാഴയാണെങ്കിൽ വാഴ, കമുകാണെങ്കിൽ കമുക്, ജാതിയോ റംബൂട്ടാനോ ഏത് മരങ്ങളാണോ നമ്മൾ വെക്കുന്നത് അതിലേക്ക് മോട്ടോർ ഓൺ ചെയ്യാം. ഇതിനെ മെഷർ ചെയ്ത് നോക്കും. ഒരു 5 മിനിറ്റിൽ അല്ലെങ്കിൽ 10 മിനിറ്റിൽ എത്ര വെള്ളം വരുന്നുണ്ടെന്ന് മെഷർ ചെയ്ത് നോക്കിയിട്ട് എത്ര സ്റ്റെപ്പ് വയ്ക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് തിരുവറം എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ബാക്കിൽ ഏകദേശം 2 ഏക്കർ സ്ഥലമുണ്ട്. ഈ 2 ഏക്കർ സ്ഥലത്ത് ഫുൾ വാഴ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ഇവർ ഈ 2 ഏക്കർ സ്ഥലം കംപ്ലീറ്റ് വാഴയെ നനച്ച് തീരും. 5 മിനിറ്റ് കൊണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നനയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലൊരു ഡ്രിപ്പ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് നനയ്ക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന ഡ്രിപ്പ് സിസ്റ്റം അല്ല. ഈ ഒരു ഡ്രിപ്പ് സിസ്റ്റത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ഡ്രിപ്പ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വിളയ്ക്ക് ഉപയോഗിക്കാം. അതായത് ഒരു ലൈനിൽ നിൽക്കുന്ന തെങ്ങാണോ, വാഴയാണോ, കവുങ്ങാണോ, ഏലമാണോ, ഏതൊരു കൃഷിക്കും നമുക്ക് ഈ ഒരു ഡ്രിപ്പ് സിസ്റ്റത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതായത് ഓരോ ചെടിക്ക് അനുയോജ്യമായി ഉള്ള രീതിയിൽ നമുക്ക് ഒരേ ലൈനിൽ തന്നെ ഈ ഡ്രിപ്പ് അഡ്ജസ്റ്റബിൾ ഡ്രിപ്പ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഡ്രിപ്പ് സിസ്റ്റം വളരെ വിജയകരമായിട്ട് ചെയ്തു വരുന്ന ഒരു ആളെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹം നമുക്ക് ഈ ഡ്രിപ്പ് സിസ്റ്റം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ഇതിൻ്റെ പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്യുന്നത് മുതൽ ഇതിൻ്റെ ചെടിയുടെ ചുവട്ടിൽ ഇതിൻ്റെ ഡ്രിപ്പ് സിസ്റ്റം എത്തുന്നത് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് അയാൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സ്വന്തമായിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാണ്. നമസ്കാരം, ഞാൻ ജോഷി ഗിൽബർട്ട്. എൻ്റെ സ്വദേശം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അഡ്ജസ്റ്റബിൾ ഡ്രിപ്പേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാം എന്നുള്ളതാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. പരമാവധി വിശദമായിട്ട് തന്നെ ഞാൻ പറയുന്നതിനും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനും നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ലൈനിൽ നിന്ന് തന്നെ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ നടാൻ പറ്റും. ഉദാഹരണത്തിന് വാഴ, കമുക്, ജാതി, തെങ്ങ് ഓരോന്നിനും വേണ്ടുന്നതായ വെള്ളത്തിന്റെ അളവ് വ്യത്യാസമാണ്. അപ്പോൾ ഒരു ലൈനിൽ തന്നെ നമുക്ക് 10 ലിറ്റർ കൊടുക്കേണ്ട വാഴയ്ക്കും കൊടുക്കാം, 20 ലിറ്റർ കൊടുക്കേണ്ട കമുകിനും കൊടുക്കാം, 50 ലിറ്റർ കൊടുക്കേണ്ട ജാതിക്കും കൊടുക്കാം. അതാണ് ഈ ഒരു അഡ്ജസ്റ്റബിൾ ഡ്രിപ്പേഴ്സ് യൂസ് ചെയ്യുന്നതിന്റെ പ്രയോജനം എന്ന് പറയുന്നത്. ഞാൻ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ നേരിട്ട് അത് ക്ലിയർ ചെയ്ത് തരാം. അത് ഫോണിലൂടെയോ നേരിട്ട് വരേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെയോ ചെയ്തു തരാം. അതൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്ത് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ചേട്ടാ, ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത്? പ്രധാനമായിട്ടും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തായാലും നമുക്കൊരു വാട്ടർ സോഴ്സ് ഉണ്ടല്ലോ. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാട്ടർ സോഴ്സ് എന്ന് പറയുന്ന ഒരു ടാർപോളിൻ പോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടാർപോളിൻ പോണ്ട് യൂസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്നതായ ജലം കിണറ്റിൽ നിന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കൂടുതൽ സമയം എടുത്ത് ടാർപോളിൻ പോണ്ട് നിറയ്ക്കുകയും അതിനുശേഷം അതിൽ നിന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കൃഷിയിടം നനയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മോട്ടറിൽ വേണ്ടുന്നതായ വ്യത്യാസം വരുത്തിയാൽ മാത്രം എത്ര സമയം കൊണ്ട്, അതായത് 5 മിനിറ്റ് കൊണ്ട് നനയ്ക്കണോ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്ലോട്ട് നനയ്ക്കണോ എന്നുള്ളത് മോട്ടറിന്റെ ഡിസൈൻ വെച്ച് മാത്രം നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടർ. അപ്പോൾ ഈ മോട്ടറിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടാർപോളിൻ പോണ്ടിൽ നിന്നാണ്. അപ്പൊ ഈ ടാർപോളിൻ പോണ്ടിൽ നിന്ന് ഈ മോട്ടറിലേക്ക് വരുന്നു. അപ്പൊ ഇതിന്റെ പ്ലംബിംഗ് എന്ന് പറഞ്ഞാൽ ഈ മോട്ടറിന്റെ ഡെലിവറി വരുന്ന ലൈന് നേരെ വരുന്നു, അതിന് പാരലായിട്ട് ഒരു ലൈനിൽ വെഞ്ചുറി കണക്ട് ചെയ്യും. ഇതിൽ നമ്മൾ വെഞ്ചുറി കണക്ട് ചെയ്തിരിക്കുന്നത് വളം കയറ്റി വിടാനാണ്. അപ്പൊ നമുക്ക് ജലസേചനത്തിനൊപ്പം തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് വളപ്രയോഗവും നടക്കും. നമുക്ക് വളരെയധികം മാനുവൽ ലേബർ ലാഭിക്കാൻ പറ്റും. വളരെ ചെലവ് കുറഞ്ഞ ഒരു എക്വിപ്മെന്റ് ആണ് വെഞ്ചുറി എന്ന് പറയുന്നത്. അടുത്ത ഡിസ്ക് ഫിൽട്ടർ. ഈ ഫിൽട്ടർ വെച്ചിരിക്കുന്നത് ഈ വള്ളത്തിലുള്ള കരടുകളോ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ സോഴ്സിൽ നിന്ന് വരുന്ന ചെറിയ പാർട്ടിക്കിൾസിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ ചെറിയ കരടുണ്ടെങ്കിൽ ഈ കരട് നമ്മുടെ ഡ്രിപ്പറിൽ വന്ന് അടയാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ഫിൽട്ടർ വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇളക്കി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് വളരെ പ്രയോജനപ്രദമാണ്. നമ്മുടെ സമയം ലാഭിക്കും.
ഓരോ ചെടിയിലും എത്തുന്ന ഹോളുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവാക്കേണ്ട കാര്യമില്ല. പമ്പിൽ നിന്ന് വരുന്ന ഈ ഡെലിവറി ലൈനിൽ ഫിൽറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ആണ് ഫീൽഡിലേക്ക് പോകുന്ന ലൈൻ ഇരിക്കുന്നത്. ഫീൽഡിലേക്ക് പോകുന്ന PVC ലൈൻ ഇവിടെയാണ് ഉള്ളത്. ഞാൻ ഇവിടെ 2 വാൽവാണ് വെച്ചിട്ടുള്ളത്. ഫിൽറ്റർ കഴിഞ്ഞിട്ട് ഒരു സെക്ഷൻ ഇവിടെയും വെച്ചിട്ടുണ്ട്, ഒന്ന് ഇവിടെയുണ്ട്. അപ്പൊ ഒരു സമയം എനിക്ക് പകുതി ദൂരം നനയ്ക്കുന്നതിനും അടുത്ത് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതിൽ പകുതി ദൂരം നനയ്ക്കുന്നതിനും പറ്റും. അങ്ങനെ 2 സെക്ഷനായിട്ടാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ PVC പൈപ്പിലാണ് നമ്മൾ 16 mm ട്യൂബ് കണക്ട് ചെയ്ത് അതിലാണ് ഡ്രിപ്പർ കണക്ട് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം വേണ്ടത് നമുക്ക് 16 mm റൗണ്ട് ട്യൂബ്, അതിലേക്ക് ആവശ്യമായ ടേക്ക് ഓഫ്, ഗ്രോമറ്റ്, എൻഡ് കണക്ട്. ഇതിത്രയാണ് 16 mm ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ട്യൂബിന് വേണ്ടിയിട്ട് ഒരു പിൻ കണക്ടർ, പിന്നെ അടുത്ത് നമ്മൾ അഡ്ജസ്റ്റബിൾ ഡ്രിപ്പേഴ്സ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടുന്നതായ മെറ്റീരിയൽസ്. ഇനി നമുക്ക് വേണ്ടുന്ന ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രില്ലിംഗ് മെഷീൻ വേണം, 16 mm റൗണ്ട് ഹോൾസാ ബിറ്റ് വേണം, 16 mm ട്യൂബ് കട്ട് ചെയ്യാനായിട്ട് ഒരു ആക്സാ ബ്ലേഡ്, 16 mm ഹോള് ചെയ്യുന്നതിനായിട്ട് ഒരു പോക്കർ, മൈക്രോ ട്യൂബ് കട്ട് ചെയ്യുന്നതിനായിട്ട് ഒരു സിസേഴ്സ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൽ ആവശ്യം. ഇനി എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഹോൾ ചെയ്യാണ്. ഹോൾ ചെയ്ത ശേഷം ഗ്രോമറ്റ് 16 mm ഗ്രോമറ്റ് നമ്മൾ ഈ ഹോളിലേക്ക് വയ്ക്കും. ഹോളിലേക്ക് വെച്ച ശേഷം 16 mm റൗണ്ട് ട്യൂബിലേക്ക് ടേക്ക് ഓഫ് കണക്ട് ചെയ്യും. വെറുതെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ടേക്ക് ഓഫ് കണക്ട് ചെയ്തു. ഈ ടേക്ക് ഓഫ് ഗ്രോമറ്റിലേക്ക് തള്ളി കയറ്റി. അപ്പോൾ നമ്മളിത് PVC ലൈനിൽ നിന്ന് കണക്ഷൻ എടുക്കുന്നത് ആയി. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച PVC ലൈന് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിന് ഒരു ഹോള് എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാലോ അതിനെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് ഡമ്മി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡമ്മി ഫിറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ആവശ്യമില്ലാത്ത ഹോളിലേക്ക് ഗ്രോമറ്റ് വയ്ക്കുക. ഗ്രോമറ്റ് വെച്ച ശേഷം ഈ ഡമ്മി അതിൽ വെറുതെ പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ ഹോള് അടഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ഇവിടെയാണ് ഹോളിടെ, അവിടെ ഹോളിട്ട് ഉപയോഗിക്കാം. ഈ ഹോൾ അവിടെ ഇല്ല എന്ന്, അപ്പോൾ അതുവഴി വെള്ളം വരത്തില്ല, ലീക്ക് ആവത്തില്ല. PVC പൈപ്പിന് ഒരു ദോഷമില്ല. ഈ PVC പൈപ്പ് കട്ട് ചെയ്ത് നമ്മൾ ഓരോ പ്രാവശ്യം ഇപ്പോൾ 2-3 വർഷം കഴിയുമ്പോഴോ 4-5 വർഷം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും പർപ്പസിനാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇതേ PVC പൈപ്പ് തന്നെ ഉപയോഗിക്കാനും പറ്റും. അടുത്ത് എൻഡ് കണക്ടർ നമുക്ക് കണക്ട് ചെയ്യാം. അത് വളരെ സിമ്പിളാണ്. ഇത് എൻഡ് കണക്ടർ വേണമെന്ന് തന്നെ ഇല്ല. നമുക്ക് വേണമെങ്കിൽ അതിനെ മടക്കി കെട്ടി വെച്ചാൽ മതി. അതിങ്ങനെ മടങ്ങിയിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 8-ൻ്റെ ഷേപ്പിലുള്ള എൻഡ് കണക്ടർ ഇതിലേക്ക് കയറ്റുന്നു. അതിനുശേഷം ഈ എൻഡ് മടക്കി ഇതിലേക്ക് വെച്ച് തിരിച്ചു വയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതുവഴി വെള്ളം ലീക്ക് ആവത്തില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി വെള്ളം ലീക്ക് ആവില്ല. അടുത്ത് എങ്ങനെയാണ് ഈ 16 mm ട്യൂബിൽ നിന്ന് ചെടികളുടെ ചുവട്ടിലേക്ക്, അതായത് വാഴയാണെങ്കിൽ വാഴ, കമുകാണെങ്കിൽ കമുക്, ജാതിയോ റംബൂട്ടാനോ ഏത് മരങ്ങളാണോ നമ്മൾ വയ്ക്കുന്നത് അതിലേക്ക് നമുക്ക് വെള്ളം എങ്ങനെ ഈ ട്യൂബിൽ നിന്ന് എടുക്കാമെന്നുള്ളത് നോക്കാം. പോക്കർ എടുത്ത് നമ്മൾ ഈ മെയിൻ 16 ഇതിൽ ഒരു ഹോള് വയ്ക്കുന്നു. ഹോള് ചെയ്ത ശേഷം പിൻ കണക്ട് 4 mm അല്ലെങ്കിൽ 6 mm ആണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 4 mm പിൻ കണക്ടർ എടുത്തിട്ട് അതിലേക്ക് അത് ഈ ഹോളിലേക്ക് പ്രസ് ചെയ്ത് വയ്ക്കുന്നു. ഇത് കഴിഞ്ഞാൽ മൈക്രോ ട്യൂബ്, ഇത് 6 mm മൈക്രോ ട്യൂബ്, ഈ മൈക്രോ ട്യൂബ് ഈ പിൻ കണക്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. നമുക്ക് എത്ര നീളമാണോ ഈ 16 mm നിന്ന് ചെടിയുടെ ചൂടുള്ളത് അത്രയും നീളത്തിന് നമ്മൾ ഇതെടുത്തിട്ട് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ഈ അഡ്ജസ്റ്റബിൾ ഡ്രിപ്പർ
നമ്മൾ വയ്ക്കുന്നു. അഡ്ജസ്റ്റബിൾ ഡ്രിപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെറുതെ ഇവിടെ ചോട്ടിലിട്ട് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് അതിൽ ചെളി വരികയോ അങ്ങനെ വരും. അതുകൊണ്ട് ഒരല്പം പൊങ്ങി നിൽക്കത്തക്കൊണ്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ട്. ഇത് നമുക്ക് മേളിലേക്ക് ഇങ്ങനെ നിർത്താം, അല്ലെങ്കിൽ ഇതിനെ സൈഡിലേക്ക് നിർത്താം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യം അനുസരിച്ച് നിർത്താം. അപ്പോൾ ഇത് വെച്ച് ഇതിനെ നമുക്കിവിടെ ഇതിൻ്റെ ചുവട്ടിൽ ഊന്നി നിർത്തി. ഇനി ഇതോടുകൂടെ പണി കഴിഞ്ഞില്ല. ഇത് അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറാണ്. അപ്പോൾ ഇതിനെ ഡ്രിപ്പർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ്. ഈ ഡ്രിപ്പർ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം, നമുക്ക് ഒരു 16 mm ലൈൻ പോകുന്നതിൽ നിന്ന് തന്നെ വിവിധ ഇനം ചെടികൾ വയ്ക്കാം. അതായത് വാഴയ്ക്ക് ഇപ്പോൾ 10 ലിറ്റർ ആണെങ്കിൽ കമുകിന് 20 ലിറ്റർ ആയിരിക്കാം, തെങ്ങിന് 30-40 ആയിരിക്കാം, ജാതി പോലെയുള്ളതിന് 50 ലിറ്റർ കൊടുക്കേണ്ടി വരും. ഇതെല്ലാം തന്നെ ഈ ഡ്രിപ്പർ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ലൈനിൽ നിന്ന് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രിപ്പർ വയ്ക്കുന്നത്. അതേസമയം ചിലരുടെ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയോ കമുകോ തെങ്ങോ എല്ലാം വെക്കേണ്ട ഒരു ഇതായിരിക്കും ചിലരുടെ റിക്വയർമെൻറ്റ്. ഇപ്പോൾ ചിന്തിക്കുക, ഇത് ഒരു കമുകായിട്ട് ചിന്തിക്കുക, അത് ഒരു തെങ്ങായിട്ട് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നടുക്കൊരു വാഴ വയ്ക്കണം. മൂന്നിനും 3 രീതിയിലുള്ള വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റാണുള്ളത്. അപ്പോൾ നമ്മൾ കമുകിന് കൊടുക്കുന്നത് 20 ലിറ്റർ കൊടുക്കും, തെങ്ങിന് 30 ലിറ്റർ കൊടുക്കും, വാഴയ്ക്ക് 10 ലിറ്റർ കൊടുക്കും. ഇതെല്ലാം തന്നെ നമുക്ക് ഈ അഡ്ജസ്റ്റബിൾ ഡ്രിപ്പേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റും. ഇനി ചിലർ പച്ചക്കറികളും ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ചെയ്യും. അതിനുള്ള ഒരു ടിപ്പുണ്ട്. വേറെ ഒന്നുമല്ല, ഈ മൈക്രോ ട്യൂബ് എടുത്ത് മടക്കി കെട്ടി വയ്ക്കുക. എന്നിട്ട് എവിടെയാണോ പച്ചക്കറി വയ്ക്കുന്നത് അവിടെ ഇതിൽ ഒരു 1 mm ഡ്രിൽ ബിറ്റ് വെച്ചിട്ട് ഒരു ഹോൾ അടിച്ച് കഴിഞ്ഞാൽ പച്ചക്കറിക്കുള്ള വളരെ കുറച്ച് വെള്ളവും നമുക്ക് ഒരേ ലൈനിൽ നിന്ന് കൊടുക്കാൻ പറ്റും. അതായത് 1/2 ലിറ്ററോ 1 ലിറ്ററോ 30 ലിറ്ററോ 40 ലിറ്ററോ എല്ലാം തന്നെ സെയിം ലൈനിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് ഒരു മോട്ടർ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മോട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രഷറിനനുസരിച്ചും വെള്ളം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിർത്താൻ പറ്റും. അതിനാണ് ഈ അഡ്ജസ്റ്റബിൾ ഡ്രിപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മോട്ടർ ഓൺ ചെയ്യാം. അപ്പം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ആദ്യം നമ്മളിതിനെ 0-യിലാക്കി വയ്ക്കാം. ഇപ്പോൾ ഇതുവഴി വെള്ളം വരുന്നില്ല. ഇനി ഇതിൽ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും. ഇതിങ്ങനെ തുറക്കുന്നതനുസരിച്ച് അതിൻ്റെ ഇത് വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഡിസ്റ്റൻസ്, അതായത് ഇത് കൂടുതൽ ഇത് വന്നത് കാണാം. ഇനി ഞാൻ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? അപ്പോൾ ഇത്രയും വെള്ളം വരുന്നതിനെയാണ് നമ്മൾ കുറച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആക്കി വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തമായ ചെടികൾക്ക് ആവശ്യമായ രീതിയിൽ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനെ മെഷർ ചെയ്ത് നോക്കും. ഒരു 5 മിനിറ്റിൽ അല്ലെങ്കിൽ 10 മിനിറ്റിൽ എത്ര വെള്ളം വരുന്നുണ്ടെന്ന് മെഷർ ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ച് എത്ര സ്റ്റെപ്പ് വയ്ക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അതായത് ഇപ്പം വാഴയ്ക്കാണെങ്കിൽ 10 ലിറ്റർ, കമുകിനാണെങ്കിൽ 20 ലിറ്റർ. അതായത് ഒരാഴ്ചയിൽ കമുകിന് ഒരു 160-170 ലിറ്റർ വെള്ളം വേണ്ടി വരും. അപ്പോൾ അത് 20-22 ലിറ്റർ കിട്ടത്തക്കവണ്ണം അത് വയ്ക്കും. ജാതിയെ പോലെയുള്ള ചെടികൾക്ക് വെള്ളം ധാരാളം ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും. ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ ട്യൂബ് എടുത്തിട്ട് പോക്കർ വെച്ച് അതിൽ കണക്ട് ചെയ്ത്, പിൻ കണക്ടർ കണക്ട് ചെയ്ത്, എൻഡിൽ ഡ്രിപ്പർ കണക്ട് ചെയ്യണം. ഇതെല്ലാം ചെയ്യുന്നതിന് പകരം ഞാൻ റൂമിലിരുന്ന് തന്നെ ഇത്രയും ചെയ്തിട്ടുണ്ട്. പിൻ കണക്ടർ കണക്ട് ചെയ്ത്, മൈക്രോ ട്യൂബ് എനിക്ക് ആവശ്യത്തിനുള്ളതെടുത്ത് ഡ്രിപ്പർ കണക്ട് ചെയ്ത്, ഡ്രിപ്പർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റാൻഡും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് അവിടെ കുത്തി വയ്ക്കുക, 16mm ട്യൂബിൽ ഇത് കണക്ട് ചെയ്യുക. ഈ ജോലി മാത്രമേ ഫീൽഡിൽ പോയിട്ട് ചെയ്യേണ്ടിയുള്ളൂ. അപ്പോൾ അത് ജോലി കുറച്ച് നമുക്ക് സിമ്പിളായിട്ട് ഫീൽ ചെയ്യും. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ആരുടെയെങ്കിലും കയ്യിൽ വീട്ടിലാരുടെയെങ്കിലും കൊടുത്താൽ അവർ നമുക്ക് ഇത്രയും കണക്ട് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ പോയിട്ട് ഫീൽഡിൽ പോയിട്ട് ഇത് ചെയ്താൽ മതി. നമ്മൾ ഫീൽഡിൽ ഇത് ചെയ്യുന്ന സമയം അവർ ഇത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 2 പേരുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആർക്കും സ്വന്തമായി യാതൊരു വിധമായ സംശയങ്ങളുമില്ലാതെ ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതല്ലാതെ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രായോഗികമായി ചെയ്തു വരുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ എന്തു തന്നെ ആയാലും എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം. ആവശ്യമാണെങ്കിൽ നേരിട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ട് പകുതി വഴിയിൽ ഫെയിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പേടിക്കുകയേ വേണ്ട. ഫെയിലായി കഴിഞ്ഞാൽ അത് ഞാൻ കറക്റ്റ് ചെയ്ത് തരും. കേരളത്തിൽ എവിടെയാണെങ്കിലും ഞാനത് കറക്റ്റ് ചെയ്ത് തരും. അത് ഫോണിൽ കൂടെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഫോണിൽ കൂടെ കറക്റ്റ് ചെയ്ത് തരും. അല്ല, നേരിട്ട് വരേണ്ട ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ടാണെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്ത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ അത് ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും. അല്ല എങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മേടിക്കുന്ന കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ട്യൂബ് വാങ്ങിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 16mm 800 GSM ട്യൂബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 800 GSM എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ്സാണ്. അത് 1000ഉം 1100ഉം എല്ലാം കിട്ടും. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്കത് ഉപയോഗിക്കാം. അഡ്ജസ്റ്റബിൾ ഡ്രിപ്പർ ഇപ്പോൾ കാണിച്ചതല്ലാതെ തന്നെ ഒരുപാട് ടൈപ്പ് അവൈലബിൾ ആണ്. അത് ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 4mm അല്ലെങ്കിൽ 6mm മൈക്രോ ട്യൂബ്, 6mm പിൻ കണക്ടർ, അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന സാധനങ്ങൾ. അതിൻ്റെ എക്സാക്റ്റ് വേർഡ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് കിട്ടും. ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെ എല്ലാം ഉപയോഗിക്കണമെന്നില്ല. പല വിധത്തിലുള്ള ഇതാണേലും സ്യൂട്ടാവും, തമ്മിൽ സ്യൂട്ടാവും. അതുകൊണ്ട് അതും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ട് തരാം. അത് എങ്ങനെ മേടിക്കണം എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഷെയറുമാണ് ഞങ്ങളുടെ പ്രചോദനം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.